നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ: രാമചന്ദ്രന് നാടിന്റെ ആദരാഞ്ജലികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ സജ്ജം. കാക്കനാട് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്തിൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ തീവ്രവാദി അക്രമത്തിൽ മരിച്ച എറണാകുളം ഇടപ്പള്ളി മങ്ങാട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും ജില്ലാ കളക്ടർ NSK ഉമേഷും ചേർന്ന് ഏറ്റുവാങ്ങി. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിൽ കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുഷ്പചക്രം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, MP മാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, MLA മാരായ അൻവർ സാദത്ത്, ആന്റണി ജോൺ, TJ വിനോദ്, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോയി. രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. രാവിലെ 7:30 മുതൽ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം, കരൾ, വൃക്ക തുടങ്ങിയവ മാറ്റിവെക്കുന്നതിനുള്ള അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായി. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കുക. മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയതെന്നും മന്ത്രി പറഞ്ഞു. GCDAയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചി കാക്കനാട് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിർമ്മാണം ആരംഭിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനത്ത് ചേർന്നു. 50ലേറെ വർഷം പഴക്കമുള്ള കടമുറി കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് കാക്കനാട് കൊമേഴ്ഷ്യൽ ഹബ്ബ് 2.0 എന്ന പേരിൽ പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിക്കുവാൻ ഒരുങ്ങുന്നത്. പുതിയ കെട്ടിടം പദ്ധതിയുടെ രൂപരേഖ, പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ GCDA യോഗത്തിൽ അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, IAS, GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, കൗൺസിലർ AA ഇബ്രാഹിംകുട്ടി, വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ, GCDA പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ. പുതുക്കാട് ആനന്ദപുരം സ്വദേശി കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ യദുകൃഷ്ണനെ ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ച് മാരകായുധങ്ങളായ ചില്ലുകുപ്പിയും പട്ടികവടി കൊണ്ടും തലയിലും നെറ്റിയിലും അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഇയാളുടെ ജ്യേഷ്ഠൻ കാക്ക വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണുവും യദുകൃഷ്ണനും തമ്മിൽ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് തർക്കം മൂലമുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകം. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ചാലക്കുടി DYSP സുമേഷ് K, സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് N കൃഷ്ണൻ, ലിജു, സീനിയർ പോലീസ് ഓഫീസർമാരായ അനീഷ്, സുജിത്ത്, അജി, ഷെഫീഖ്, ദീപക്, സിവിൽ പോലീസ് ഓഫീസർമാരായ സിനീഷ്, കിഷോർ, നവീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ ചാനൽ 91 8 മണി വാർത്ത സമാപിച്ചു. വീണ്ടും നാളെ 8 മണിക്ക് കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം.